ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ദിലീപ്. എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഏതറിന്റെ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു വേരിയന്റ് ആണ് ഇപ്പോൾ കാണുന്ന ഏതർ അപ്പെക്സ് എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. ഏതറിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള വേരിയന്റിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണ് ഈ ഒരു വേരിയന്റ്. മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട്. അതെന്തെല്ലാമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഏതറിന്റെ ഓൾഡ് മോഡലിന് 80 km/h ആണ് ടോപ്പ് സ്പീഡ് എങ്കിൽ ഏതർ ജനറേഷൻ 3ക്ക് 90 km/h ആയിരുന്നു ടോപ്പ് സ്പീഡ്. എങ്കിൽ ഏതർ അപ്പെക്സിന് ലഭിക്കുന്നത് 100 km/h ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. നിലവിലുള്ള മോഡ്സ് എന്നത് റൈഡ്, എക്കോ, സ്മാർട്ട് എക്കോ, സ്പോർട്സ്, ഏറ്റവും ഹൈ മോഡായിട്ടുള്ള വാർപ്പ് മോഡ് എന്നിവയൊക്കെയായിരുന്നു. എങ്കിൽ ഏതർ അപ്പെക്സ് എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരു മോഡ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. വാർപ്പ് എക്സ് എന്നാണ് ആ ഒരു മോഡിൻ്റെ പേര്. വാർപ്പ് മോഡിൽ തന്നെ അത്യാവശ്യം വലിയ കയറ്റങ്ങൾ വരെ 2 പേരൊക്കെ വെച്ച് കയറുന്ന വീഡിയോസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡാണ് ഈ പറഞ്ഞ വാർ പ്ലസ് എന്ന ഒരു മോഡ്. ഏതറിൻ്റെ മുൻപത്തെ വേരിയന്റുകളെക്കാളും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോറാണ് ഏതർ അപ്പെക്സിൽ കൊടുത്തിട്ടുള്ളത്. 7000 വാട്ട്സിൻ്റെ മിഡ് ബെൽറ്റ് ഡ്രൈവ് മോട്ടോറിൽ 0 നിന്ന് 40 km/h വരെ സ്പീഡ് കൈവരിക്കാൻ ഏതർ അപ്പെക്സിന് വേണ്ടി വരുന്ന വെറും 2.9 സെക്കൻഡ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. എങ്കിൽ പഴയ വേരിയന്റിന് അത് 3.3 സെക്കൻഡാണ് വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ പുതിയതായി ഏതർ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ആക്സിലറേറ്റർ മുമ്പോട്ട് തിരിക്കുമ്പോൾ വാഹനം നിൽക്കുന്ന ഒരു ഫീച്ചർ എന്നത്. സ്പീഡ് കൂടുന്നത് പുറകോട്ടാണെങ്കിൽ സ്പീഡ് കുറച്ച് വാഹനം നിർത്തുന്ന ഒരു ഫീച്ചറാണ് പുതിയ വേരിയന്റിൽ ഏതർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് വാഹനത്തിന്റെ പുറം ഭാഗങ്ങളിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പുറകു സൈഡിൽ വരുത്തിയ ട്രാൻസ്പെറന്റ് ബോഡി എന്നത്. അതായത് വാഹനത്തിന്റെ സീറ്റിനടിയിലുള്ള ഭാഗം പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഉൾഭാഗം കാണാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പുതിയ വേരിയന്റിൽ ബിൽഡ് ക്വാളിറ്റിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും ബെൽറ്റിൽ ഒരു കവറിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചത് കാരണം ഇതിനുള്ളിൽ മണൽത്തരികൾ അതുപോലുള്ള ചെളികളൊക്കെ കയറി കഴിഞ്ഞിട്ട് ആ ഒരു ബെൽറ്റ് പൊട്ടുന്ന ഒരവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ടുന്ന ഒരു കാര്യം എന്നത് വാഹനത്തിൻ്റെ ഒരു റേഞ്ചാണ്. ഏതർ അപ്പെക്സിൻ്റെ IDC റേഞ്ച് വരുന്നത് 157 km ആണ്. നമ്മുടെ റോഡുകളിൽ കിട്ടുന്ന ഒരു റേഞ്ച് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അത് റേഞ്ച് ടെസ്റ്റ് ചെയ്തേ മതിയാകൂ. വാഹനത്തിൻ്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ 1,88,999 രൂപ എക്സ് ഷോറൂം പ്രൈസാണ് വാഹനത്തിന് വരുന്നത്. ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 2,10,000 രൂപയ്ക്കടുത്ത് വരുന്നതാണ്. വിലയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു കത്തി വില തന്നെയാണ്. ഫെയിം 2 സബ്സിഡിയുടെ കാലാവധി റദ്ദ് ചെയ്യാനിരിക്കെ വില ഇതിന് കൂടാനാണ് സാധ്യതയും. പക്ഷേ ഫെയിം 3 സബ്സിഡി നിലവിൽ വന്നാൽ ഇതിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ ഒരു വില എന്നത് കുറച്ച് ഓവറാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്.